or chat, come take a bite. Flavor and fun every day and night. Stories that simmer, laughter that's real. Family moments, every meal's a feel. Chat with love's on the plate. Serving flavor and fun, you just can't wait. Flavor Pod, family in every bite. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ടിക്കി അല്ലെങ്കിൽ വെജിറ്റബിൾ പാറ്റി എന്ന് പറയുന്ന റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയും ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ കുറച്ച് ഓയിലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് സ്പിനാച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു വെള്ളമയം മാറുന്നത് വരെ, ആ ഒരു മോയ്സ്ചർ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇലയിലുള്ള മോയ്സ്ചർ ഫുള്ളൊക്കെ മാറി വാടി ഇങ്ങനെ കിട്ടും. അതിന് ശേഷം ഇതൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 3 കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തതാണ്. അത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സ്പിനാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഞാനൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ് ഞാനൊരു 1/4 കപ്പ് ഓളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടിക്കി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഈ നമ്മൾ മിക്സ് ചെയ്ത മാവ് കയ്യിലോട്ടെടുത്ത് ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ കോട്ടേജ് ചീസാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ക്രീം ചീസോ വേറെ എന്ത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ കോട്ടേജ് ചീസ് അകത്ത് വരുന്ന രീതിയിൽ ബാക്കി 4 സൈഡിൽ നിന്ന് ഇതുപോലെ കവർ ചെയ്ത് മൊത്തത്തിൽ ഒന്ന് ഉരുട്ടി എടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അമക്കി ആ ടിക്കിയുടെ ഒരു ഷേപ്പിലൊന്ന് ആക്കിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ നമ്മളെ ടിക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ടിക്കി ഷേപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ഇത്രയും ടിക്കി ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അതിലേക്ക് ഈ ടിക്കി പതുക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കാം. നമ്മൾ ടിക്കി ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സൈഡ് നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ടിക്കി ഞാൻ 2 സൈഡും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഇതൊരു ഡയറ്റ് ഫ്രണ്ട്ലി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.